ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്നാബർ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ നേരമായില്ല, ഉച്ച ഒരു 12-12:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്നാൽ ദാബ സ്റ്റൈൽ ഫുഡ് അല്ലേ? ദാബ സ്റ്റൈൽ ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയാണ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ മെനു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പറഞ്ഞത് ഒരു മിക്സ് വെജും ഒരു ഗോബി മസാലയും പിന്നെ ഒരു ജീര റൈസും പിന്നെ തന്തൂരി റൊട്ടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. റൊട്ടി, പിന്നെ ഗോബി മിക്സ് വെജ് ഗോബി, പിന്നെ ജീര റൈസ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് തുടങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതേപോലെ കുഞ്ഞാപ്പി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞാപ്പി എണീച്ചത് അവൾ ഉറങ്ങിയിരുന്നു. പിന്നെ അതാ കണ്ടിട്ടൻ കാറിൽ കയറി ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. കണ്ടിട്ടാ കാറ് ഡോറും തുറക്കുമോ? അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ദാൽ ലേക്കിലേക്കാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി കുഞ്ഞാപ്പിത കണ്ടിട്ടതാ ഞങ്ങൾ ദാൽ ലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിതാ ദാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഷിക്കാർ റൈഡ് അല്ലേ, ഷിക്കാർ റൈഡ് അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ കണ്ണേട്ടൻ അവിടെ നിന്ന് ഞങ്ങളിതാ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഞാനും കുഞ്ഞാപ്പിയും കൂടി. കുഞ്ഞാപ്പി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പം ചോദിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണ്. എങ്ങനെ ടൈമും റേറ്റും ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. അതാ ഓഹോ, ഇത് ഗേറ്റ് നമ്പർ 13. ഗേറ്റ് നമ്പർ 13 കേട്ടോ. അത് അങ്ങനെ ടോട്ടൽ അത് 18 20 അങ്ങനെ എന്തോ ഉണ്ട് ടോട്ടൽ. അപ്പോൾ അവരിപ്പോൾ എവിടെയുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണാട്ടെ. ഇവിടെ ഷിക്കാർ റൈഡിന് പറയുന്നത് 5 പോയിൻറ്റ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2000 രൂപയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോലെ പറയുന്നത് അതിൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന ഷിക്കാർ. അപ്പം 2000 രൂപ അല്ലേ, 2000 രൂപ പറയുന്നത്. ഞങ്ങൾ കുറേ നോക്കി, കുറച്ച് കിട്ടുന്നൊന്നുമില്ല, സെയിം ആ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് കാണാം. അപ്പോൾ അതാ ഞങ്ങൾ ഷിക്കാറിൽ കയറിയിരുന്ന് ഇതാ ഓല് പറയാണ് ഫോണ് സൂക്ഷിക്കണം, വെള്ളത്തിൽ പോയാൽ പിന്നെ കിട്ടൂല എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഷിക്കാറിൽ പോകുന്ന നേരം ഓരോ ഐറ്റംസും കൊണ്ടുവരും കേട്ടോ. ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇതാണ് നെഹ്റു പാർക്കാണത്. പാർക്കാണത് കാണുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ്. കുറേ സാധനങ്ങൾ കൊണ്ടുവരും ഇങ്ങനെ. നമ്മളിങ്ങനെ പോകുന്ന നേരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതുപോലെ ഓരോ സാധനങ്ങളും കൊണ്ടുവരും കേട്ടോ ആൾക്കാർ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് കയ്യിൽ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ വാങ്ങിക്കാം. नहीं भैया आप पेन
ഹൗസ് ബോട്ട്സ് ആട്ടോ, ഇതാണ് ഓലിപ്പോൾ പറയുന്നത്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത്, എപ്പോഴെങ്കിലുമൊക്കെ ഇത് മൂവ് ആവുള്ളൂന്ന്, അല്ലാതെ പൊക്ക ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് തന്നെയല്ലോ. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് കയറട്ടോ, അല്ലെങ്കിൽ പാർട്ടി കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റും, അങ്ങനെയുള്ളതാണ്. ഇത് കണ്ടോ, ഇത് ഹൗസ് ബോട്ടാണ്. അതിൻ്റെ ബാക്ക് കണ്ടോ ഒരു കളർ ഷീറ്റ് ഇട്ടത്, ചുവന്ന കളർ. ആ ഷീറ്റ് ഇട്ടത് വീടാണ് പോലും. ഹൗസ് ബോട്ടിൻ്റെ ബാക്കിൽ വീടുണ്ടാക്കിയതാണത്. യൂട്യൂബ് वीडियो बना के भेजता है। ये बार की वो शिकारा चलाना है, शिकारा चलाना है। കുഞ്ഞാപ്പി, കുഞ്ഞാപ്പി ആരാണത്? ഒരു മാമനുണ്ടല്ലോ അവിടെ അല്ലേ? ഇതെന്താ? അത് CRPF-ൻ്റെതാ? CRPF-ൻ്റെ എന്താ അത്? ക്യാമ്പ്. ഓക്കെ. ചെറുത് ഇവിടുന്ന് ബാക്കിൽ ഇത് ഇതാക്കുന്ന ആളെ എന്നിട്ട് അവർക്ക് കേറുന്നത്. पानी हाई हो गया तो होता है, कभी-कभी 2-4 फुट होता है, कुछ प्रॉब्लम नहीं है। अच्छा, ज्यादा नहीं बढ़ता है? नहीं, 2014 में आया था। 2014 में ബാക്കി ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ വരാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടോ, ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും, ഷോപ്പ് ചെയ്യാൻ പറ്റും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഷോപ്പ് ചെയ്യാതാ. അവിടെ നമുക്ക് ചായ കാപ്പി അങ്ങനെ കുടിക്കുക, ഫുഡ് കഴിക്കുക. ഇതിലിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കണ്ടോ. ഇത് കാണുമ്പോൾ കണ്ടിട്ടാ നമ്മളൊക്കെ മാർക്കറ്റില്ലേ, അതായത് SM സ്ട്രീറ്റ് ഒക്കെ വെള്ളം വന്ന് പൊന്തിയോണല്ലേ. ഞാൻ കണ്ടിട്ടില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. കണ്ടിട്ടാ സാരി നോക്ക്, വൈറ്റും ഗ്രീനും ബ്ലാക്കാണ്, അത് ഗ്രീനാണ്, ഡാർക്ക് ഗ്രീൻ. അടിപൊളി. അപ്പൊ അവലോട് ചോദിച്ചപ്പോ കണ്ടിട്ടാ ഇത് വെള്ളം കൂടൂലേന്ന് മഴ പെയ്യുന്ന സമയത്ത്? 1-2 അടി ഫൂട്ടേ കൂടത്തില്ല, അതിലധികം കൂടൂല. ഓഹോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, കുറച്ചുകൂടി വെള്ളം കൂടിയാലും നല്ല രസമുണ്ടാവും കാണാൻ. കണ്ടല്ലേ? അയ്യോ, ഇതിന്റെ അടിയിലൊക്കെ. उसके आगे तो जमीन है, बस खत्म है, ये एंड है। इसके पीछे लैंड फिर भी पानी है, फिर हाँ, फिर बस्ती है, फिर पानी है। ഇത് ചൊരങ്ങയാണെന്ന് തോന്നുന്നു കേട്ടോ. ലോക്കി എന്നാണ് ഹിന്ദി പറയുന്നത്. ഇവിടെ നിറച്ച് അതിൻ്റെതാണ്. പിന്നെ കയ്പുണ്ട്, പിന്നെ ഷോപ്സ്. ഇവർ പറയുന്നത് ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഈ പ്ലേസിൽ, അതായത് ഈ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്ന ഈ പ്ലേസിൽ നല്ല ട്രാഫിക് വരും കേട്ടോ. പറയുന്നത് ബ്ലോക്ക് ആവും, അത്രയും ആൾക്കാർ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ അന്നപ്പോൾ ബ്ലോക്ക് വരും, കുറേ ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇതിനുള്ളിലേക്ക് ആളുണ്ട്. ഇത് കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അങ്ങനെ ഒരു ഫീൽ. എനിക്ക് ഷോപ്പിൽ ഇറങ്ങാൻ പേടിയാണ്. എനിക്ക് വീടിൻ്റെ അതിൽ നിന്ന് ഇറങ്ങാനേ പേടിയാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് ഈ സ്ഥലത്തിനൊരു പേരില്ല കണ്ടിട്ടാ, ഈ മീന ബസാർ എന്നാട്ടോ ഈ ഷോപ്പിങ്ങിനുള്ള സ്ഥലത്തിന് പറയുമ്പോൾ. ലേക്ക് കൂടുള്ള ഷോപ്പിങ്ങിന് പറയുന്ന ആ ഷോപ്പിംഗ് പ്ലേസിന് പറയുന്ന പേരാണ് മീന ബസാർന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി
അപ്പോൾ അതാ ഞങ്ങൾ ഷിക്കാർ റൈഡ് ഇപ്പോൾ ഏകദേശം എവിടെ എത്തിച്ചാൽ തിരിച്ച് ഞങ്ങൾ കയറി ഞങ്ങൾ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ എൻഡ് ചെയ്യാനായി. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായില്ല കേട്ടാ, 1.5 മണിക്കൂറായി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പക്ഷേ ആ സമയം പോയത് അറിഞ്ഞില്ലല്ലോ, ആ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ സംഭവം ഉഷാറാണ്, പക്ഷേ പൈസ കുറച്ച് കൂടുതലാണോ എന്നേ ഉള്ളൂ. എത്ര പറഞ്ഞില്ലേ? 2000 രൂപയാണ് പറഞ്ഞത് 1.5 മണിക്കൂറിന്. പക്ഷെങ്കിൽ സമയം നമ്മൾ ഡാൽ ലേക്കിൽ വന്നാൽ राइड एकदम मस्त है उस्ताद, आपका बिहेवियर भी इतना बढ़िया है, ठीक है. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷിക്കാർ റൈഡ് മസ്റ്റാട്ടോ. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഷിക്കാർ റൈഡ്, അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇതിൽ ഇരുന്ന് ഇങ്ങനെ ഈ ലേക്ക് മൊത്തം ഇങ്ങനെ ഒരു ചുറ്റി കാണിക്കും. പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഞാൻ കാണിച്ചല്ലോ, ഷോപ്പിങ്ങിൻ്റെ ഉള്ള സ്ഥലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളിതാ ഈ ചേട്ടനായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. ഇതാ കഴിഞ്ഞ് ഞങ്ങളിതാ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഫോട്ടോ ഞങ്ങൾ ഈ ഷിക്കാറിലിരുന്ന് എടുത്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പൈസയൊക്കെ കൊടുത്ത് സെറ്റിലായി. 2000 രൂപ കേട്ടോ, 1.5 മണിക്കൂറിന് 2000 രൂപയാണ് ഓല് വാങ്ങുന്നത്. അത് കുറച്ചധികമാണോന്നൊരു തോന്നലുണ്ട്, പക്ഷേങ്കിൽ കാണാനുണ്ട്, അടിപൊളിയാണ്. അതിനകത്ത് ഇരുന്ന് ടൈം പോകുന്ന നമ്മൾ അറിയത്തില്ല. അങ്ങനെ കുഞ്ഞാപ്പി